സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുന്നു. ബി.ജെ.പി. ശക്തി കേന്ദ്രമായ നേമത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ഭിന്നതയിൽ നേമം ഏരിയ പ്രസിഡന്റ് ജയകുമാർ രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ 43 വർഷമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന തനിക്ക് പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും സാമ്പത്തിക ലാഭമടക്കം നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നിർണയമെന്നുമാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി. അധ്യക്ഷനായി വന്നതിന് ശേഷം പണം കൊണ്ടുള്ളൊരു കളി മാത്രമാണ് ബി.ജെ.പിയിൽ നടക്കുന്നത്. ഇത്രയും പ്രബുദ്ധമായ തിരുവനന്തപുരം പോലെയുള്ളൊരു കോർപ്പറേഷനിൽ പണം വാരിയെറിഞ്ഞ് വിജയിക്കാമെന്നുള്ള മോഹമാണ് ബി.ജെ.പിക്കുള്ളത്. അതൊരു വ്യാമോഹമാണ് എന്ന് തെളിഞ്ഞതോടെയാണ് ബി.ജെ.പി. നേതാക്കൾ തന്നെ പാർട്ടി വിടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശബരിനാഥിനെ വെച്ചുള്ള കളി ഏറ്റവും കിടിലൻ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കോർപ്പറേഷൻ മുഴുവൻ ബി.ജെ.പിയുടെ പണത്തിന് കീഴ്പ്പെടും എന്ന് വിചാരിച്ച് ഇനി ആരായാലും ഒരു സ്ഥാനാർത്ഥി മതിയെന്നൊരു ധാരണയാണ് ബി.ജെ.പി. നേതൃത്വത്തിന് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ബി.ജെ.പിക്ക് ഒരുപാട് പരിണിതപ്രജ്ഞരായ നേതാക്കളുള്ള നേമം വാർഡിൽ മത്സരിക്കാൻ ആ വാർഡിലുള്ള ഒരാളെ തന്നെ പരിഗണിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനു പകരം കഴിഞ്ഞ തവണ പൊന്നുമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച എം.ആർ. ഗോപൻ എന്ന ബി.ജെ.പി. നേതൃത്വത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ നേമത്ത് പരിഗണിച്ചതോടെയാണ് ഈ രാജി വന്നിരിക്കുന്നത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേമം വാർഡിലുള്ള ഒരാൾ തന്നെ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം അറിയിച്ചിട്ടും യാതൊരുവിധ അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് ജയകുമാർ ബി.ജെ.പിയുടെ നേമം മണ്ഡലം പ്രസിഡന്റ് രാജേഷിനും ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അയച്ച കത്തിൽ പറയുന്നത്. പ്രവർത്തകരുടെ വികാരവും അവരുടെ ആഗ്രഹവും പാലിച്ചു നൽകാൻ കഴിയാത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഇതേ പദവിയിൽ ഇരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന എം.ആർ. ഗോപനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജയകുമാർ രാജിവെച്ചിരിക്കുന്നത്. അതായത് കൊറോണ മഹാമാരിയുടെ ദുരിതം ജനങ്ങൾ അനുഭവിച്ച സമയത്ത് നേമം വാർഡിൽ ബി.ജെ.പി. കൗൺസിലറായിരുന്ന ഇതേ എം.ആർ. ഗോപൻ ഇനി ആ വാർഡ് സ്ത്രീ സംവരണമാകും എന്നുറപ്പിച്ചതോടെ നേമം വാർഡിനെ തിരിഞ്ഞു നോക്കാതെ നേരെ പോയി പൊന്നുമംഗലം വാർഡിൽ കിറ്റ് കൊടുത്തു എന്നുള്ളതാണ് ബി.ജെ.പി. തന്നെ പറയുന്നത്. അവിടെ മത്സരിക്കാനുള്ള സീറ്റ് അങ്ങനെ ഒപ്പിച്ചു. നേമം വാർഡിലെ ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്തതിനാൽ അവർ അനാഥരായി. അവസാന 1 വർഷം വാർഡിൽ കൗൺസിലറേ ഇല്ലായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയാണ് കൊറോണ സമയത്ത് വന്നത് എന്ന് ബി.ജെ.പി. തന്നെ പറയുന്നു. ഇതോടെ ജനവികാരം പൂർണ്ണമായി ബി.ജെ.പിക്ക് എതിരായെന്നും ആ കത്തിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ പാർട്ടിയെ നശിപ്പിച്ച ഒരാളെ തന്നെ വീണ്ടും നേമത്തേക്ക് കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പിയുടെ ഏരിയ പ്രസിഡന്റാണ്. മാത്രമല്ല 2020 നേമത്ത് വാർഡിൽ മത്സരിച്ച ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ആളാണ് ഈ എം.ആർ. ഗോപനെന്നും ആ കത്തിൽ പറയുന്നു. അങ്ങനെ ബി.ജെ.പി. നേതൃത്വത്തിൽ ചിലർക്കുള്ള അപ്രമാദിത്വം സാധാരണ നേതാക്കളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നതോടുകൂടി തിരുവനന്തപുരത്തെ ബി.ജെ.പിയിൽ അടിപൊട്ടിയിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങളിത് പിടിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥിയെപ്പോലും പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല CPM-മായി രഹസ്യധാരണയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളത് ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകർക്ക് വലിയ അമർഷവും ഉണ്ട്. കാരണം കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ മത്സരിക്കുന്ന അതേ കവടിയാർ വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവരുടെ മേയർ സ്ഥാനാർത്ഥിയായ വി രാജേഷിനെ തന്നെ തീരുമാനിക്കുന്നതിന് പിന്നിൽ ബി.ജെ.പിക്ക് CPM-ൽ നിന്ന് കിട്ടിയ ഒരു സഹായിക്കാമെന്ന ഉറപ്പാണെന്നും ജനങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ബി.ജെ.പി. CPM ബന്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ മാറുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കിടിലൻ നീക്കവും മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥൻ വന്നതും CPM ബി.ജെ.പി. കേന്ദ്രങ്ങളെ ചെറുതായല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. തോൽക്കുമെന്നുറപ്പിക്കുന്ന വാർഡുകൾ കൂടിയതോടെ ബി.ജെ.പി. നേതാക്കൾ മറ്റു വാർഡുകൾ തേടി വാർഡുകൾ മാറി മത്സരിക്കാൻ നെട്ടോട്ടമോടുകയാണ്. അത് അവരുടെ നാശത്തിലേക്കുള്ളൊരു ഓട്ടം തന്നെയാണ്. അതാണ് ബി.ജെ.പി. കോട്ടയിലെ പ്രസിഡന്റിൻ്റെ രാജി തന്നെ സൂചിപ്പിക്കുന്നത്.